أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 12ാം ക്ലാസ്സുകാരായ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥിനികളെ, ഞാൻ മക്കളെപ്പോലെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് വീണ്ടും വൈജ്ഞാനികമായ ചില കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. കൃത്യമായ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അറിവിൽ വർധനവുണ്ടാകാൻ ഇത് ഉപകരിക്കും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അതത് ക്ലാസ്സുകളിൽ പറയുന്ന ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ കണ്ടെത്തി അതിന് പുറമേ ആ പാഠഭാഗം പല പ്രാവശ്യം വായിച്ച് അർത്ഥം വെച്ച് അതിൻ്റെ ആശയം മുഴുവനായി മനസ്സിലാക്കി എന്തെങ്കിലും അവ്യക്തതകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉസ്താദുമാരായൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അവരെ നിരന്തരം ബന്ധപ്പെട്ട് അവരോടുള്ള ആ ഒരു ബന്ധം സുദൃഢമായി കാത്തു സൂക്ഷിക്കാനൊക്കെയുള്ള ശ്രമം നിങ്ങളിൽ നിന്നും എപ്പോഴും ഉണ്ടാകണം. 12ാം ക്ലാസ്സുകാർ അങ്ങനെ തന്നെയാണ്. ഉസ്താദുമാരുടെയൊക്കെ അനുഗ്രഹങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ, ആമീൻ. നമ്മൾ ഫിഖ്ഹിൻ്റെ ക്ലാസ്സിലാണ് ഉള്ളത്. 8ാം അധ്യായം. തലവാചകം എന്താ? ഹദ്ദുസ്സരിഖത്തി, മോഷണത്തിൻ്റെ ശിക്ഷയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്, അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള രീതിയിൽ നമ്മൾ മോഷ്ടാവിൻ്റെ, മോഷ്ടിക്കപ്പെട്ട വസ്തുവിൻ്റെ, മോഷണത്തിൻ്റെ ഒക്കെ നിബന്ധനകൾ നമ്മൾ പറയുകയുണ്ടായി, അല്ലേ? അഖ്ദുമാരിൻ ഖുഫ്യതൻ മിൻ ഹിർസി മിസ്ലിഹി, സൂക്ഷിക്കേണ്ടിടത്ത് നിന്ന് മറഞ്ഞുകൊണ്ട് സമ്പത്ത് അപഹരിക്കുമ്പോഴാണ്, എടുക്കുമ്പോഴാണ് പ്രവർത്തനം സരിഖത്താകുക എന്ന് നമ്മൾ പറഞ്ഞു. മോഷ്ടിച്ചവൻ മുക്കല്ലഫ് അഥവാ പ്രായപൂർത്തിയുള്ളവനാകണം, ബുദ്ധിയുള്ളവനാകണം, സ്വയം ഇഷ്ടപ്രകാരം ചെയ്തവനാകണം, ഇസ്ലാമിക നിയമങ്ങളെ അംഗീകരിക്കുന്നവനാകണം, പ്രവർത്തനം മോഷണം നിഷിദ്ധമാണെന്ന് അറിവുള്ളവനാകണം, അവൻക്കതിൽ സമ്മതം നൽകപ്പെടരുത്, സംശയത്തിൻ്റെ ആനുകൂല്യമൊന്നും അവൻക്ക് ഉണ്ടാവാൻ പാടില്ല എന്നിത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. അതോടൊപ്പം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് കുറച്ച് ചോദ്യങ്ങൾ തന്ന് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു.
നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ ഉസ്താദുമാരെ കൃത്യമായി കാണിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ ലളിതമായ 2 ചോദ്യങ്ങളായിരുന്നു. ഒന്ന് അസ്സരിഖതു മാഹിയ, മോഷണം എന്നാൽ എന്താകുന്നു? എന്താ? അസ്സരിഖതു അഖ്ദു മാലിൻ ഖുഫ്യതൻ, മറഞ്ഞുകൊണ്ട് സമ്പത്ത് എടുക്കുക. മിൻ ഹിർസി മിസ്ലിഹി, സൂക്ഷിക്കേണ്ടിടത്ത് നിന്ന്. അതിനാണ് എന്ത് എന്ന് പറയാ? സരിഖത്ത് എന്ന് പറയുക എന്ന് നമ്മൾ പറഞ്ഞു. മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നത് യഖ്തലിഫുൽ ഹിർസു ബിമ, സൂക്ഷിക്കേണ്ടിടം എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുക? എങ്ങനെയാ? യഖ്തലിഫുൽ ഹിർസു ബിഖ്തിലാഫിൽ മാലി വൽ അഹ്വാലി വൽ ഔഖാത്തി, സമയത്തിനും അവസ്ഥക്കും സമ്പത്തിനും അനുസരിച്ച് സൂക്ഷിക്കേണ്ടിടം വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും എന്നൊക്കെ നമ്മൾ വിശദീകരിക്കുകയും ഒക്കെ പറയുകയും ഉണ്ടായി കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം, മോഷ്ടിച്ചവൻ ശിക്ഷിക്കപ്പെടണം എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ശിക്ഷ? മോഷ്ടിച്ചവനുള്ള ശിക്ഷ എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ. അപ്പോൾ മോഷ്ടിച്ചത് ആണാകട്ടെ പെണ്ണാകട്ടെ അവരിരുവരുടെയും കൈ മുറിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയുള്ളത്. അപ്പോൾ മോഷ്ടാവിനുള്ള ശിക്ഷ അതാണ്, കൈ മുറിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരാൾ മോഷ്ടിച്ചു എന്നതുകൊണ്ട് നേരെ വന്ന അയാളുടെ കയ്യാണ് മുറിക്കൊന്നുമില്ല. ഇൻ്റെ പൈസ എടുത്തു അല്ലേ, കൈ നീട്ടിക്കുക, അവിടെ ഒരു കത്തിരുത്തിട്ട് വിട്ട്, അങ്ങനെയാണോ? അങ്ങനെയല്ല. അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്, ചില കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു കിടക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ കൈ മുറിക്കേണ്ടത് ഇമാമോ അല്ലെങ്കിൽ നായിബ് ഇമാമോ ആണ്. അപ്പോൾ ഇന്ത്യയെ പോലത്തെ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഒരു മതേതര രാഷ്ട്രത്തിൽ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ കോടതിയും നിർദ്ദേശിക്കുന്ന ശിക്ഷയാണ് ഇവിടെ നടപ്പിൽ വരുത്തുക. ഇവിടെ ഇമാമോ നായിബ് ഇമാമോ സംവിധാനം ഇല്ല. ആയതുകൊണ്ട് തന്നെ മോഷ്ടാവിൻ്റെ കൈ മുറിക്കുക എന്ന ശിക്ഷ നടപ്പിൽ വരുത്താൻ ഇവിടെ ആളില്ല, ഇമാമോ നായിബ് ഇമാമോ ഇല്ല. അവരാണ് ആ ശിക്ഷ നടപ്പിൽ വരുത്തേണ്ടവർ. അതാണ് ഒന്നാമത് നോക്കേണ്ടത്. മറ്റൊന്ന്, മോഷണം സ്ഥിരപ്പെടണം. അതെങ്ങനെയാണ് എന്ന് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ പറയും. മറ്റുള്ള ശിക്ഷകളൊക്കെ, മറ്റുള്ള കുറ്റകൃത്യങ്ങളൊക്കെ സ്ഥിരീകരിക്കപ്പെടുന്നത് പോലെ തന്നെയാണ്. കുറ്റസമ്മതവും അതുപോലെ തന്നെ 2 ആണുങ്ങൾ സാക്ഷി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മോഷണം സ്ഥിരപ്പെടണം എന്നുള്ളതാണ് മറ്റൊന്ന് ഉടമസ്ഥൻ ആവശ്യപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ മോഷണം സ്ഥിരപ്പെട്ടു, ഉടമസ്ഥൻ ആവശ്യപ്പെട്ടു, അവിടെ ഇമാമോ നായിബ് ഇമാമോ ആണ് കൈ മുറിക്കുക എന്ന ശിക്ഷ നടപ്പിൽ വരുത്തേണ്ടത്. അപ്പോൾ ആദ്യം എന്തുണ്ടാകണം? മോഷണം സ്ഥിരപ്പെടണം. അവൻ കുറ്റസമ്മതം ചെയ്തിട്ടോ അല്ലെങ്കിൽ 2 ആളുകൾ സാക്ഷി നിന്നിട്ടോ ഒക്കെ. പിന്നെ ഉടമസ്ഥൻ ആവശ്യപ്പെടണം. ഈ വസ്തു ഒരാളിൽ നിന്ന് മോഷ്ടിച്ചതാകുമല്ലോ, അതിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടണം. അപ്പോഴാണ് ശിക്ഷിക്കുക. അല്ല അയാൾ പറഞ്ഞു ഞാൻ പൊരുത്തപ്പെട്ടു, എനിക്കത് പ്രശ്നമില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ശിക്ഷ അവിടെ ഒഴിവാക്കി കൊടുക്കണം. കാരണം അത് മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു ശിക്ഷയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. മറ്റൊന്ന്, ആ ശിക്ഷ നടപ്പിൽ വരുത്തേണ്ടത് ഇമാമോ നായിബ് ഇമാമോ ആണ്. അവർ അവിടെ ഇല്ലെങ്കിൽ അവിടെ ആ ശിക്ഷ നടപ്പിൽ വരുത്താൻ സാധ്യവും അല്ല എന്നർത്ഥം. മറ്റൊന്ന്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അത് ഇന്നാണ് പാഠഭാഗത്ത് വരുന്നത്. മോഷ്ടിക്കപ്പെട്ട വസ്തു റുബഅ ദീനാർ അഥവാ ഒരു ദീനാറിൻ്റെ 4/1 അല്ലെങ്കിൽ തുല്യ മൂല്യമുള്ളതോ ആകണം.
റുബുഅ് ദീനാർ തന്നെ അവിടെ നിന്നൊന്നുമില്ല. അപ്പോൾ സ്വർണം മോഷ്ടിച്ചാലേ കൈമുറിക്കൂ എന്നല്ല. എന്ന് പറഞ്ഞാൽ മറ്റുള്ള മോഷണങ്ങളെല്ലാം നിഷിദ്ധമല്ല, അനുവദനീയമാണ് എന്നാണോ? അതല്ല. അത് നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞില്ലേ, ദ്രാവക രൂപത്തിലുള്ള മത്തുണ്ടാക്കുന്ന വസ്തു കൊണ്ട് ചികിത്സിച്ചാൽ അവിടെ ഹദ്ദില്ലെന്ന് പറഞ്ഞു എന്നതുകൊണ്ട് അത് നിഷിദ്ധമല്ലെന്ന് വരുന്നുണ്ടോ? ഇല്ല, അത് നിഷിദ്ധം തന്നെയാണ്, അത് ഹറാമാണ് എന്ന് നമ്മളെ കൂട്ടത്തിൽ പറയുകയുണ്ടായി. വിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം മോഷണം എന്ന് പറയുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സാധ്യമാകില്ലെന്നാണ് പ്രവാചകാധ്യാപനം. ലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിനുൻ. വിശ്വാസിയായ ഒരാൾക്ക് മോഷ്ടിക്കാൻ കഴിയില്ല എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. വിശ്വാസിയായിരിക്കെ ഒരാൾക്ക് മോഷ്ടിക്കാൻ കഴിയില്ലത്രേ. ലാ യഹില്ലു ലി അഹദിൻ അൻ യഖുദ അസാ അഖീഹി ബിഗൈരി ത്വീബി നഫ്സിൻ മിൻഹു. വടി വലിയ മൂല്യമുള്ളൊരു വസ്തുവൊന്നും തന്നെയല്ല അത്. തൻ്റെ സഹോദരൻ്റെ വടി അവൻ്റെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ അവൻ്റെ സമ്മതം പ്രതീക്ഷിക്കാതെ എടുക്കാൻ പാടില്ലെന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, ആനയും കക്കാൻ പാടില്ല, അടക്കയും കക്കാൻ പാടില്ല. ആന കട്ടാൽ അവൻ ആനക്കള്ളനായി, അടക്ക കട്ടാൽ അവൻ അടക്ക കട്ടവനായി. കള്ളൻ കള്ളൻ തന്നെയാണ്. സമൂഹത്തിൽ വലിയ നിന്ദ്യത നേരിടേണ്ടി വരും അവൻ. മോഷ്ടാവെന്ന് മുദ്ര കുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ മുദ്ര അവനിൽ നിന്നും നീക്കം ചെയ്യപ്പെടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. കഥയിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, വിശന്ന് വലഞ്ഞവൻ മറ്റൊരു മാർഗവുമില്ലാതെ കടയിൽ നിന്നും വസ്തു മോഷ്ടിക്കേണ്ടി വന്നു അവൻക്ക്. ആളുകൾ പിറകെ പോയി. അവനെ ആട്ടിയോടിക്കുന്നതിനിടയിൽ ആളുകൾ അവനെ വിളിച്ചു കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു. ആ നാട്ടിൽ അവൻക്ക് രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, കള്ളനായി തന്നെ തൻ്റെ ജീവിതം തുടരുക എന്നുള്ളത്, അല്ലെങ്കിൽ ഈ നാട് വിട്ടു പോകുക എന്നുള്ളത്. മൂന്നാമത്തെ ഒരു സാധ്യത അവൻ നല്ലവനായി മോഷ്ടിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് അത്ര പെട്ടെന്ന് സാധ്യമാകുന്ന ഒന്നല്ല. കാരണം കള്ളനെന്ന് മുദ്ര കുത്തിയാൽ പിന്നെ എവിടെ മോഷണം നടന്നാലും ഇവൻ്റെ അടുത്തേക്കാണ് ആദ്യം അന്വേഷണം നീളുക. ആദ്യമായി ആളുകൾ സംശയിക്കുക അവനെയാണ്. അപ്പോൾ ആദ്യമേ ആ മുദ്രയില്ലാതെ സൂക്ഷിക്കണം. സമൂഹത്തിൽ വളരെ അധികം ഇകഴ്ത്തപ്പെടുന്നവനാണ് മോഷ്ടാവെന്ന് പറയുന്നത്. ആരും അവനെ അടുപ്പിക്കില്ല, തൻ്റെ സമ്പത്തിനോട്, തൻ്റെ കുടുംബത്തിലേക്ക്, തെന്നിലേക്ക് അടുപ്പിക്കില്ല. വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നതാണ്. അതോടെ അവൻക്ക് സൗഹൃദ വലയങ്ങൾ ഉണ്ടാകില്ല, നല്ല കൂട്ടുകാരെ കിട്ടില്ല. ചെറുപ്രായത്തിൽ തന്നെ സ്കെയിൽ മോഷ്ടിച്ചോ, പെൻസിൽ മോഷ്ടിച്ചോ, അങ്ങനെ കള്ളത്തരം ശീലിച്ച ആളുകൾ അവർ അവരുടെ ജീവിതത്തിൽ അതങ്ങ് തുടർന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ, കൂട്ടുകാർ അവനെ മോഷ്ടാവെന്ന് മുദ്ര കുത്തിയാൽ ഒരുപക്ഷെ പിന്നീട് അവൻക്ക് നന്നാവാൻ പ്രയാസമാകും. അഥവാ കൂടെയുള്ള സമൂഹം അവനെ നന്നാക്കാൻ ഒരുപക്ഷെ അനുവദിക്കില്ല, അവനെ നന്നാവാൻ അനുവദിക്കില്ല. അവർ അവനെ മോഷ്ടാവ് എന്ന് വീണ്ടും വിളിച്ചു കൊണ്ടിരിക്കും. എവിടെ മോഷണം നടന്നാലും ആദ്യം അവനെ സംശയിക്കും. അപ്പോൾ അത് വളരെ നിന്ദ്യമായ ഒരു പ്രവർത്തനമാണ്. എന്ത് പ്രയാസമുണ്ടാകുമ്പോഴും എന്താവശ്യത്തിന് വേണ്ടിയാണ് എന്നുണ്ടെങ്കിലും മോഷണം ഒരു പരിഹാരമായി എൻ്റെ പൊന്നുമക്കൾ മനസ്സിലാക്കാൻ പാടില്ല. അത് ചെറിയ സംഖ്യയാണെങ്കിലും ചെറിയ വസ്തുവാണെങ്കിലും സഹോദരൻ്റെ മനസ്സംതൃപ്തിയില്ലാതെ അവൻ്റെ വടി പോലും എടുക്കൽ അനുവദനീയമല്ല, നിഷിദ്ധമാണ് എന്ന പ്രവാചകാധ്യാപനം നമ്മെ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നമ്മെ അത് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹു സൽബുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നോക്കൂ, മോഷണത്തിൻ്റെ ഗൗരവം എത്രയാണ്. മദ്യപാനം, നമ്മൾ ആരുമറിയാതെ ഇരുകരവും ഉയർത്തി
അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയാൽ മതി. അള്ളാഹുവേ എനിക്ക് നീ പുറത്തു തരണേ. നമ്മൾ നിസ്കാരം ഉപേക്ഷിക്കൽ വളരെ ലളിതമായ കാര്യമാണെന്നല്ല പറയുന്നത്. നമ്മൾക്ക് ഒരു നിമിഷം അതിൽ പ്രായശ്ചിത്തം തോന്നിയാൽ വാതിലടച്ചിട്ട് കണ്ണീരൊഴുക്കി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹുവേ ഞാൻ നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ട്. നിസ്കാരം ഖളാ വീട്ടിയതിന് ശേഷം കണ്ണീരൊഴുക്കി അവൻ പ്രാർത്ഥിച്ചാൽ അവൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കും. നമ്മളൊരു വസ്തു മോഷ്ടിച്ചു, വാതിലെല്ലാം അടച്ചിട്ട് അള്ളാഹുവിനോട് മാത്രം എത്ര തന്നെ കരഞ്ഞ് പ്രാർത്ഥിച്ചതുകൊണ്ടും ഫലമുണ്ടായിക്കോളണം എന്നില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആരിൽ നിന്നാണോ നമ്മൾ ആ വസ്തു മോഷ്ടിച്ചത് അവനെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം മോഷണത്തിൽ രണ്ടാളുകളുടെ തൃപ്തി നമ്മൾ വാങ്ങിയതിന് ശേഷമാകണം നമ്മുടെ തൗബ തുടങ്ങേണ്ടത്. ആ ആളോട് നമ്മൾ പൊരുത്തം വാങ്ങണം. അതിൻ്റെ ഉടമസ്ഥനിൽ നിന്ന് നമ്മൾ പൊരുത്തം നേടണം. എൻ്റെ വസ്തു ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്, എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. ഇന്ന് ആ വസ്തു ഉണ്ടെങ്കിൽ അത് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മൂല്യമുള്ളത് കൊടുക്കണം. അവൻ എങ്ങനെയാണോ പൊരുത്തപ്പെടുക ആ കാര്യങ്ങൾ ചെയ്യണം. എന്നിട്ട് അതിനുശേഷം മാത്രം അള്ളാഹുവേ നീ നിഷിദ്ധമാക്കിയ മോഷണം ഞാൻ ചെയ്തു, അവൻ എനിക്ക് പുറത്തു തന്നു, നീ കൂടി പുറത്തു കൊണ്ടാ എന്ന് അള്ളാഹുവിനോട് തേടണം. അപ്പോഴാണ് മോഷണത്തിൻ്റെ തൗബ പൂർണ്ണമാകുക. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. ആ ഉടമസ്ഥൻ പൊരുത്തപ്പെടണം, അള്ളാഹുവും പൊരുത്തപ്പെടണം. അള്ളാഹു ഇത്തരത്തിലുള്ള സർവ്വ ദുശ്ചെയ്തികളിൽ നിന്നും നമ്മെ അകറ്റി നിർത്തട്ടെ. നമ്മുടെ ചിന്തകളെ അതിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്തിരിപ്പിക്കട്ടെ. ആമീൻ. പാഠഭാഗത്തേക്ക് ശ്രദ്ധിക്കുക, വായിക്കുന്നത് നോക്കുക. വമൻ സറഖ റുബഅ ദീനാരിൻ ഔ ഖീമതഹു മിൻ ഹിർസിഹി യഖതഉൽ ഇമാമു ഔ നായിബുഹു വുജൂബൻ ബഅദ തലബിൽ മാലികി വസുബൂത്തി സരിഖതി ഖുഅ യമീനി ബാലിഗിൻ ദക്കറൻ കാന ഔ ഉൻസാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുഖ്തഉ യദു സാരിഖിൻ ഇല്ലാ ഫി റുബഇ ദീനാരിൻ ഫസഅഇദ. മുസ്ലിം. അർത്ഥം: വമൻ സറഖ, ആരെങ്കിലും മോഷ്ടിച്ചാൽ. മോഷണം എന്താന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. വമൻ സറഖ, ആരെങ്കിലും മോഷ്ടിച്ചാൽ, റുബഅ ദീനാരിൻ, ഒരു ദീനാറിന്റെ 4/1, ഔ ഖീമതഹു, അല്ലെങ്കിൽ അതിന്റെ മൂല്യമോ മോഷ്ടിച്ചാൽ. എവിടെ നിന്ന് മോഷ്ടിച്ചു? മിൻ ഹിർസിഹി, അത് സൂക്ഷിക്കേണ്ടിടത്ത് നിന്ന്. വമൻ സറഖ റുബഅ ദീനാരിൻ ഔ ഖീമതഹു മിൻ ഹിർസിഹി, സൂക്ഷിക്കേണ്ടിടത്ത് നിന്ന് റുബഅ ദീനാറോ അതിൻ്റെ മൂല്യമോ മോഷ്ടിച്ചാൽ യഖ്തഉൽ ഇമാമു, ഇമാമ് മുറിക്കണം. ഔ നായിബുഹു, അല്ലെങ്കിൽ ഇമാമിൻ്റെ നായിബ്, പകരക്കാരൻ, നായിബ് ഇമാമ് മുറിക്കണം. വുജൂബൻ, നിർബന്ധമായും മുറിക്കണം. എന്തിനു ശേഷം? നമ്മൾ പറഞ്ഞു 2 കാര്യങ്ങൾ കഴിയണം. ബഅദ ത്വലബിൽ മാലിക്കി, മാലിക് ആവശ്യപ്പെട്ടതിന് ശേഷം. മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ ആവശ്യപ്പെട്ടതിന് ശേഷം. വസുബൂത്തി സരിഖതി, മോഷണം സ്ഥിരീകരിക്കപ്പെട്ടതിനും ശേഷം. മോഷണം സ്ഥിരീകരിക്കപ്പെട്ടതിനും ഉടമസ്ഥൻ ആവശ്യപ്പെട്ടതിനും ശേഷം ഇമാമോ നായിബ് ഇമാമോ മുറിക്കണം. എന്താ മുറിക്കേണ്ടത്? ഖുഅ യമീനി ബാലിഗിൻ, പ്രായപൂർത്തിയെത്തിയവൻ്റെ വലതു കയ്യിൻ്റെ മണിബന്ധം മുറിക്കണം. ഖുഅ, നമ്മൾ നിസ്കാരത്തിലൊക്കെ ഖുഅ പരിചയപ്പെട്ടിട്ടുണ്ടാകും, തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞിടത്തൊക്കെ. ദക്കറൻ കാന ഔ ഉൻസാ, ആ മോഷ്ടിച്ചത് ആണാകട്ടെ പെണ്ണാകട്ടെ, അല്ലേ? ഖുർആനും അങ്ങനെയല്ലേ പറഞ്ഞത്, വസ്സാരിഖു വസ്സാരിഖതു. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തുഖ്തഉ യദു സാരിഖിൻ, മോഷ്ടാവിൻ്റെ കൈ മുറിക്കപ്പെടുന്നതല്ല, ഇല്ലാ ഫീ റുബഉ ദീനാരിൻ, ഒരു ദീനാറിൻ്റെ 4/1 അല്ലാതെ, ആ വിഷയത്തിൽ അല്ലാതെ, അല്ലെങ്കിൽ അതിനോട് തുല്യമായ മൂല്യത്തിലല്ലാതെ. ഫസഅഇദ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയാൽ. മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. നോട്ട് പുസ്തകം എടുക്കുക, പേനെടുക്കുക. സാവാ യുസാവി, തുല്യമായി. ഖുഅ, മണിബന്ധം. സ്വായിദ്, കൂടുതൽ. ചോദ്യങ്ങൾ: ഖദറുൽ മാലില്ലദി യുഖ്തഉ ബിഹി കം ഹുവ, കൈ മുറിക്കപ്പെടുന്ന സമ്പത്തിൻ്റെ തോത് എത്രയാണ്? മൻ യഖ്തഉ,
ആരാണ് മുറിക്കുക അഥവാ കൈ മുറിക്കാനുള്ള അവകാശി അർഹനാരാണ്? ഞാൻ മോഷ്ടിച്ച ഉടമസ്ഥൻ വന്നിട്ടാണോ മുറിക്കേണ്ടത്? എന്താ നമ്മൾ പറഞ്ഞത്? ആർക്കാണ് മോഷ്ടിച്ചാൽ മുറിക്കാൻ അവകാശമുള്ളത്, അർഹതയുള്ള ആളാരാ? രണ്ടാളെ പറഞ്ഞില്ലേ? മത്തായുക്കത്താവു, എപ്പോഴാണ് മുറിക്കപ്പെടുക? അല്ലേ, രണ്ട് കാര്യങ്ങൾ കഴിയണം, അപ്പോഴാണ് മുറിക്കപ്പെടുക എന്ന് പറഞ്ഞു. അതാണ് എഴുതേണ്ടത്. ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ കണ്ടെത്തി ക്ലാസ് ഉസ്താദിനെയോ സദർ ഉസ്താദിനെയോ ഒക്കെ കാണിക്കുക. നല്ല കുട്ടികളാകുക. എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഒരാവർത്തിയെങ്കിലും പാഠഭാഗം വായിച്ച് അർത്ഥം വെച്ച് അതിൻ്റെ ഉള്ളടക്കങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സ്നേഹത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം.